റാം നാരായൺ റാം. ഇന്നത്തെ തിരക്കായ ജീവിതത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ ലക്ഷ്യം നേടാൻ കഴിയാതെ വരുമ്പോൾ അവൻ നിരാശനാകുന്നു. ജീവിതത്തിൽ എത്രയേറെ ദുഃഖം, പ്രശ്നങ്ങൾ, ഉത്കണ്ഠകൾ വന്നാലും അവൻ അവയെ നേരിടാതെ ദുർബലനാകരുത്. ഒരു മനുഷ്യനെ അവൻ്റെ പ്രശ്നങ്ങൾ നേരിടാൻ പ്രകൃതി വളരെ സഹായിക്കുന്നു. ഭൂമിയിലെ സിസ്റ്റം മാറ്റം വരുത്താതെ എന്തും മാറില്ല. ഏതെങ്കിലും മതത്തിലെ ഒരാൾ പറഞ്ഞിട്ടുണ്ടോ അവൻ്റെ മതം മാത്രം സത്യമാണെന്ന്? ആരെങ്കിലും വന്ന് അത് തെളിയിച്ചാൽ ഞാൻ അത് അംഗീകരിക്കും. ഇന്ന് ഭൂമിയിൽ വിദ്യാഭ്യാസമുള്ളവരിൽ പലരും സമൂഹ വിരുദ്ധരാണ്. ഇവരാണ് മനുഷ്യനിർമ്മിത ഭരണഘടന ഒരുക്കിയത്. ഭൂമിയിൽ യാതൊരുവർക്കും ഉടമസ്ഥാവകാശം ഉണ്ടാകരുത്. ദൈവം അല്ലാഹ് എവിടെയാണ് എന്നത് ആരും അറിയുന്നില്ല. എന്നാൽ എല്ലാവരും അവൻ്റെ പിൻബലമായി ഓടുന്നു. ദൈവം മനുഷ്യനെ ഭൂമിയിൽ അയച്ചു, എന്നാൽ ഒരു മതവുമായി അവൻ ജനിച്ചില്ല. നമ്മുടെ ശരീരം തന്നെ മതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ എങ്കിൽ മതം വേർതിരിച്ച് എവിടെ നിന്നാണ് വന്നത്? ഉദാഹരണത്തിന് ഖുറാനിൽ ജിഹാദ് പറയുന്നു, എന്നാൽ അതിൽ നിങ്ങളുടെ സഹോദരന്മാർക്ക് സഹായം നൽകരുതെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നിങ്ങളുടെ ഉള്ളിലുള്ള തിന്മകൾ ഇല്ലാതാക്കണമെന്ന് പറയുന്നു. ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്ന കാലത്ത് വ്യക്തിഗത ഉടമസ്ഥാവകാശം, രാജതന്ത്രം ഇല്ലായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്നു. അന്നത്തെ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ ഉണ്ടായിരുന്നു എങ്കിൽ രാജതന്ത്രം എന്തുകൊണ്ട് ഉണ്ടായിരുന്നു? വ്യക്തിപരമായ ഉടമസ്ഥാവകാശം എന്തുകൊണ്ടുണ്ടായിരുന്നു? അവൻ രാജാവും നാം ജനവും. അവൻ ദൈവവും നാം ഭക്തരും. ദൈവം ഒരാളെയാണ്. ബൈബിൾ പറയുന്നത്, ഓ ദൈവമേ, ഈ മനുഷ്യരെ ക്ഷമിക്കുക, അവർക്കറിയില്ല അവർ എന്താണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആരെയും എന്തും ചെയ്യാൻ അവകാശം നൽകിയെന്നല്ല. രാജപാർട്ടികൾക്ക് ജനങ്ങളുടെ നികുതിയിലൂടെയാണ് പണം ലഭിക്കുന്നത്. ഭൂമിയിൽ നിന്ന് വ്യക്തിപരമായ ഉടമസ്ഥാവകാശം ഇല്ലാതാക്കുമെങ്കിൽ എല്ലാം സ്വാഭാവികമായി ശരിയാകും. പ്രകൃതിയാണ് മനുഷ്യർക്കായി ഭൂമിയെ സൃഷ്ടിച്ചത്. മനുഷ്യർ പ്രകൃതിയിലൂടെ ജനിച്ചു, എന്നാൽ അവർ ഭൂമിയുടെ ഉടമസ്ഥർ ആയി മാറി. അതാണ് തെറ്റായത്. വ്യക്തിപരമായ ഉടമസ്ഥാവകാശം പുലർത്തുന്നവർ എല്ലാവർക്കും തുല്യ അവകാശം നൽകുന്നില്ലെങ്കിൽ അവർ സ്ഥാനമൊഴിഞ്ഞ് മാറ്റം വരുത്തണം. അപ്പോൾ മാത്രമേ തുല്യ അവകാശം ജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്രസിഡന്റുമാരും ജഡ്ജിമാരും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഇവർ ജനസേവകരാണ്. എന്നാൽ അവർ മഹാലുകളിൽ ജീവിക്കുന്നു. നികുതി അടക്കുന്ന സാധാരണ ജനങ്ങൾ കുടിലുകളിൽ കഴിയുന്നു. ഇത് എത്രത്തോളം നീതിയാകാം? ഞാൻ സത്യസന്ധമായി സംസാരിക്കുന്നു. സത്യം പറയാനുള്ള അവകാശം എനിക്കുണ്ട്. സത്യം ആരെയാണ് വേദനിപ്പിക്കുന്നത്? വ്യാജന്മാരെ. എന്തെങ്കിലും ക്ഷേത്രത്തിൽ ദൈവം അല്ലാഹ് പ്രത്യക്ഷമായി കാണുമോ? ഇല്ല. എല്ലാം പ്രകൃതിയാണ്. നാം എല്ലാം പ്രകൃതിയുടെ ഭാഗങ്ങളാണ്. അതിനാൽ റാം നാരായൺ റാം എന്ന ദൈവത്തെ അനുഗമിക്കുക. കാരണം ഇതാണ് പരമസത്യം. റാം നാരായൺ റാം നമ്മെ ജീവിപ്പിക്കുന്നു, ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. അതിനാൽ ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി സന്തോഷത്തോടെ ജീവിക്കുക.